മട്ടൻ കറി ഇപ്പോൾ പല രീതിയിൽ വെക്കാറുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു മട്ടൻ കറിയുടെ ഒരു തനതായിട്ടുള്ള രുചി കിട്ടുന്നത്. പണ്ട് മുതലേ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു മസാലയിലാണ് ഈ ഒരു മട്ടൻ കറി വെക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. എന്തിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ഇത് നല്ല കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നെയ്ച്ചോറോ ചപ്പാത്തിയോ പുട്ട് സാധാരണ ചോറ് അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു 1.5 കിലോഗ്രാം മട്ടൻ എടുത്തിട്ടുണ്ട്. ഇതിൽ തലയും കൂടെ ഉണ്ട് കേട്ടോ. തലയും അതുപോലെ തന്നെ കുറച്ച് മട്ടൻ്റെ ഇറച്ചിയും ഉണ്ട്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയിൽ വിറകടുപ്പിൽ ഇങ്ങനെ സ്ലോ കുക്കായിട്ട് ആണ് കേട്ടോ വേവ, മൺകലത്തിലൊക്കെ വെച്ചിട്ട്. അങ്ങനെ ആകുമ്പോൾ അതിന് കൂടുതലൊരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ അടുപ്പിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും വരും കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പച്ചമല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/3 കപ്പ് പച്ചമല്ലിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കുരുമുളകും പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാല നമ്മൾ എത്രയാണോ മട്ടൻ എടുക്കുന്നത് അതിൻ്റെ ആ ഒരു അളവിനനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളമാണോ ഗ്രേവി വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ കുരുമുളകൊക്കെ നമ്മളെ എരിവിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതാ ഈ ഒരു മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-30ഓളം ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ചെറിയുള്ളി കുറച്ച് കൂടുതൽ തന്നെ വേണം. ചെറിയുള്ളിയും പിന്നെ ഒരു 10-20 അല്ലി വെളുത്തുള്ളി അല്ലിയും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഉള്ളിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളമാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ എടുക്കാം. അപ്പോൾ അത് മട്ടൻ്റെ അളവിനനുസരിച്ചിട്ടും കൂടിയിട്ടോ. നേരത്തെ നമ്മൾ മസാലയൊക്കെ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഇതാ ഞാനൊരു 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നങ്ങ് ചതച്ചെടുക്കാം. ചതച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ഭയങ്കര പേസ്റ്റ് പോലെ ഒന്നും അരിഞ്ഞു പോകണ്ട കേട്ടോ. ഇനിയിപ്പോൾ അടുപ്പിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ വെറുതെ അങ്ങനെ ഇട്ടാലും 5-6 മണിക്കൂറൊക്കെ സ്ലോ കുക്കായിട്ട് വരുമ്പോൾ ഉള്ളിയൊക്കെ അങ്ങനെ വെന്ത് അലിഞ്ഞോളും. അതിൽ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കുക്കറിൽ വെക്കായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ മട്ടൻ ഉണ്ടായതുകൊണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. കുക്കറിലായതുകൊണ്ട് ഒട്ടും തന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. പിന്നെ നമ്മളിതിൽ തല ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ തലച്ചോറും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ ഇതിലാകെ അലിഞ്ഞു പോവും. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് അതിൽ ഈ ഒരു തലച്ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കിഴിയാക്കിയിട്ട് കെട്ടിയിട്ട് ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു മസാലയൊക്കെ നമ്മൾ കിഴിയാക്കി വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കിട്ടുകയും ചെയ്യും, വെന്തും കിട്ടും. പിന്നെ അലിഞ്ഞൊന്നും പോകില്ല. ഇങ്ങനെ ഈ ഒരു കിഴി നമുക്ക് അങ്ങോട്ട് എടുത്താൽ മതി വെന്ത് കഴിഞ്ഞാൽ. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവുന്നതിൻ്റെ സമയമൊക്കെ ഓരോ മട്ടൻ്റെ മൂപ്പിനനുസരിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് പിന്നെ ഒരു അരമണിക്കൂറോളൊക്കെ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മൂപ്പുള്ള മട്ടനാണ്. അപ്പോൾ അതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വെന്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കിഴി അങ്ങോട്ട് എടുത്ത് മാറ്റാം. നമ്മൾ തലച്ചോറിൻ്റെ ഒരു കിഴി കേട്ടോ. ഇനി ഇതാ നമ്മുടെ മട്ടൻ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളവുമല്ല എന്നാൽ ഒരുപാട് വറ്റിപ്പോയിട്ടൊന്നുമില്ല. ആ ഒരു പാകത്തെ കട്ടിയിലുള്ള ഒരു കറി നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് ഒരു 5-6 ചെറിയുള്ളി ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര മാത്രം മതി കേട്ടോ. എന്നാലും ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരുപാട് ഉള്ളിയൊന്നും അങ്ങനെ വഴറ്റേണ്ടതൊന്നും ആവശ്യമില്ല ഈ ഒരു കറിയിലേക്ക്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ മട്ടൻ കറി റെഡിയാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ഇത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.